ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് പ്രിൻസിപ്പിൾസ് ഓഫ് മോണ്ടിസോറി എഡ്യൂക്കേഷനാണ്. മോണ്ടിസോറി എഡ്യൂക്കേഷൻ്റെ പ്രധാനപ്പെട്ട തത്വങ്ങൾ. നേരത്തെ നാം മോണ്ടിസോറി എഡ്യൂക്കേഷൻ പഠിക്കുന്ന സമയത്ത് തന്നെ നാം പഠിച്ചു. ചില പ്രത്യേക തത്വങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് മോണ്ടിസോറി എഡ്യൂക്കേഷൻ പോകുന്നത്. സാധാരണ നമ്മുടെ ട്രഡീഷണൽ മെത്തേഡിൽ നിന്നും പൂർണ്ണമായും വിഭിന്നമായിട്ടാണ് മോണ്ടിസോറി എഡ്യൂക്കേഷൻ പോകുന്നത് എന്ന് നേരത്തെ നാം പഠിച്ചു. അതുകൊണ്ട് തന്നെ എന്താണ് സാധാരണ മോണ്ടിസോറി എഡ്യൂക്കേഷനിൽ ഫോളോ ചെയ്യുന്ന തത്വങ്ങൾ ഏതൊക്കെ എന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാം. പ്രധാനമായും മോണ്ടിസോറി എഡ്യൂക്കേഷൻ 8 അടിസ്ഥാന തത്വങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. 8 പ്രിൻസിപ്പിൾസാണ് പ്രധാനമായും മോണ്ടിസോറി എഡ്യൂക്കേഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. അത് ഏതൊക്കെ എന്ന് നമുക്ക് ഓരോന്നും ഒന്ന് ഡീറ്റെയിൽ ആയി നമുക്ക് പഠിക്കാം. അതിൽ ഒന്നാമത്തെ പ്രിൻസിപ്പിൾ മൂവ്മെന്റ് ആൻഡ് കോഗ്നിഷൻ. The first principle is that movement and cognition is causally entwined. മൂവ്മെന്റ്, നമ്മുടെ ചലനവും, ഒരു വിദ്യാർത്ഥിയുടെ, ഒരു കുട്ടിയുടെ ചലനവും ആ കുട്ടിയുടെ ചിന്തയും തമ്മിൽ വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ അറിയാം. കുട്ടി ചലിക്കുമ്പോൾ, കുട്ടി ഒരുപാട് ചെയ്യുമ്പോൾ, കുട്ടി ഒരുപാട് പഠിക്കുമ്പോഴാണ് ആ കുട്ടി കൂടുതലായും എന്ത് ചെയ്യുന്നത്? ആ കുട്ടിയുടെ സെൻസുകൾ പ്രവർത്തിക്കുന്നത്. The observation makes sense. Our brains evolved in a world in which we move and do. That's the key point. മോണ്ടിസോറി മെത്തേഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന തത്വം അതാണ്. നമ്മളിങ്ങനെ ഒരു ക്ലാസ് റൂമിൽ പോയി സൈലൻ്റായി ഇരുന്ന് ഒരാൾ പറയുന്നത് കേട്ട് പഠിക്കുമ്പോൾ ഒന്നും തന്നെ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നില്ല. മറിച്ച് ആ കുട്ടി ഇങ്ങനെ മൂവ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് പ്രാക്ടിക്കലായി ചെയ്യുമ്പോഴാണ് ആ കുട്ടിയുടെ കോഗ്നീഷൻ എന്ന് പറഞ്ഞാൽ ചിന്ത എന്നാണ് അർത്ഥം. നമ്മളിങ്ങനെ ചെയ്യുമ്പോഴാണ് ഒരുപാട് പുതിയ ചിന്തകളും ഒരുപാട് നമ്മുടെ സെൻസുകളൊക്കെ ശരിക്കും പ്രവർത്തിക്കുന്നത് ആ കുട്ടി മൂവ് ചെയ്യുമ്പോഴാണ്. അതുകൊണ്ടാണ് മോണ്ടിസോറി മെത്തേഡ് ക്ലാസ് റൂമുകളിൽ ഒരുപാട് പഠന ഉപകരണങ്ങൾ വെച്ചുകൊണ്ട്, ഒരുപാട് ലേണിംഗ് മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് ആ കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഒരു സംവിധാനം മോണ്ടിസോറിയിൽ ഒരുക്കിയിരിക്കുന്നത്. ഡോക്ടർ മോണ്ടിസോറി നോട്ടഡ് ദാറ്റ് തിങ്കിങ് സീംസ് ടു ബി എക്സ്പ്രസ്ഡ് ബൈ ദ ഹാൻഡ്സ് ബിഫോർ ഇറ്റ് ക്യാൻ ബി പുട്ട് ഇൻ ടു വേർഡ്സ്. അതാണ് ആ ഒരു കുട്ടിയുടെ ചിന്ത ശരിക്കും, ആ ചിന്തകൾ ശരിക്കും പ്രവർത്തിക്കുന്നത് അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്. അപ്പം അതുകൊണ്ട് തന്നെ ശരിക്കും നമുക്ക് പറയാൻ പറ്റുന്നത്, ഡോക്ടർ മോണ്ടിസോറി നോട്ടഡ് ദാറ്റ് children seem to thrive on having choice and control. അങ്ങനെ തന്നെ നമുക്ക് പറയാം. ആ ഒരു ചിന്ത ആ കുട്ടിയുടെ ചലനങ്ങളും കുട്ടിയുടെ പ്രവർത്തനങ്ങളും എല്ലാം തന്നെ ആ കുട്ടിയുടെ കോഗ്നീഷനെ, അതല്ലെങ്കിൽ സെൻസുകളെ ഉണർത്തുന്നു എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഒന്നാമത്തെ പ്രിൻസിപ്പിള് വളരെയധികം കൃത്യമായി നാം പഠിക്കേണ്ടതുണ്ട്. മൂവ്മെന്റ് ആൻഡ് കോഗ്നീഷൻ. ഒരാളുടെ ചലനവും അയാളുടെ ചിന്തയും തമ്മിൽ ഒരു ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ട്. അതാണ് മോണ്ടിസോറിയിൽ ഉപയോഗിക്കുന്ന ഒന്നാമത്തെ തത്വം. അപ്പോൾ നമ്മൾ സിംപിളി സിറ്റ് ചെയ്തിട്ട് സിമ്പിളായിട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരുന്ന് പല കാര്യങ്ങൾ പഠിച്ചാലും, ക്ലാസ് റൂമിൽ ഇരുന്ന് ഇങ്ങനെ ടീച്ചർ പറയുന്നത് കേട്ട് പഠിച്ചാൽ നമ്മുടെ ചിന്തകൾ, നമ്മുടെ സെൻസുകൾ, നമ്മുടെ ഓരോ ഇന്ദ്രിയങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ എന്ത് ചെയ്യില്ല, പ്രവർത്തിക്കില്ല എന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു തത്വം. അതാണ് ഒന്നാമത്തെ ഒരു മോണ്ടിസോറിയുടെ പ്രിൻസിപ്പിൾ. ഇനി നമുക്ക് രണ്ടാമത്തത് പഠിക്കാം. രണ്ടാമത്തെ മോണ്ടിസോറിയുടെ പ്രിൻസിപ്പിൾ എന്താണ്? ചോയ്സ്. എന്താണ് ചോയ്സ് എന്ന് പറയുന്നത്? ദ സെക്കൻഡ് പ്രിൻസിപ്പിൾ ഈസ് ഫ്രീ ചോയ്സ്. കുട്ടിക്ക് ഇഷ്ടമുള്ളത് പഠിക്കാം. അതാണ് പറഞ്ഞത്.
കുട്ടിക്ക് ഇഷ്ടമുള്ളത് പഠിക്കാം. അപ്പോൾ ആ സമയത്ത് കുട്ടിക്ക് തീരുമാനങ്ങൾ എടുക്കാം. മോണ്ടിസോറി ചിൽഡ്രൻ ആർ ഫ്രീ ടു മേക്ക് എനി മോർ ഡിസിഷൻ ദാൻ ചിൽഡ്രൻ ഇൻ ട്രഡീഷണൽ ക്ലാസ് റൂം. സാധാരണ ഒരു ക്ലാസ് റൂമിൽ, ട്രഡീഷണൽ ക്ലാസ് റൂമിലുള്ള ഒരു കുട്ടിയേക്കാൾ വളരെ കൂടുതൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നത് ആർക്കാണ്? ഒരു മോണ്ടിസോറി ക്ലാസ് റൂമിലെ കുട്ടിക്കാണ്. ആ കുട്ടിയാണ് അന്ന് പഠിക്കുന്ന സബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നത്, അന്ന് ചെയ്യേണ്ട ലേണിംഗ് മെറ്റീരിയൽ തിരഞ്ഞെടുക്കുന്നത് ആ കുട്ടിയാണ്. He or she has the full freedom to select the material. He has the freedom to choice. അയാൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനും ഇഷ്ടമുള്ളതെന്ന് പഠിക്കാനുമുള്ള ഒരു സ്വാതന്ത്ര്യം കൃത്യമായി ഏതിൽ കൊടുക്കുന്നുണ്ട്? മോണ്ടിസോറി മെത്തേഡിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് പ്രിൻസിപ്പിളായി. ഒന്ന് മൂവ്മെൻറ്റ് ആൻഡ് തിങ്കിങ്, അല്ലേ? സെൻസുകൾ പ്രവർത്തിക്കുന്നത് മൂവ്മെൻറ്റിലൂടെയാണ്, ചെയ്ത് പഠിക്കുന്നതിലൂടെയാണ്. അതേപോലെ ഇഷ്ടമുള്ളത് കുട്ടിക്കെടുത്ത് പഠിക്കാനുള്ള ഒരു പ്രിൻസിപ്പിൾ, രണ്ടാമത്തൊരു അവസരവും കൂടി കുട്ടിക്ക് കൊടുക്കുകയാണ്. ആൻഡ് തേർഡ് വൺ, ഇൻട്രസ്റ്റ്. അതായത് ജനറൽ സൈക്കോളജി പറയുന്നത് ഒരാൾ ഒരു വിഷയത്തെ വളരെ താല്പര്യപൂർവ്വം പഠിച്ചാൽ മാത്രമേ അവർക്ക് ആ കാര്യം പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഒരാളെ ഒരു താല്പര്യപൂർവ്വം പഠിച്ചാൽ മാത്രമേ ആ കാര്യത്തെ പഠിച്ചെടുക്കാൻ സാധിക്കുള്ളൂ. അതല്ലാതെ നമ്മൾ നിർബന്ധിപ്പിച്ച് ഭീഷണിപ്പെടുത്തി തോക്ക് ചൂണ്ടി അല്ലെങ്കിൽ കത്തി കാണിച്ചിട്ട് ഒരാളെ ഒരു കാര്യം പഠിപ്പിക്കാൻ വേണ്ടി പോയാൽ ആ കുട്ടിക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ആ കുട്ടിക്കൊരു നല്ല താല്പര്യം ആ വിഷയത്തിൽ ഉണ്ടാവണം. അത് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് മോണ്ടിസോറി ക്ലാസ് റൂംസ് ആർ വെരി ഓർഗനൈസ്ഡ്. മോണ്ടിസോറി ക്ലാസ് റൂമുകൾ ആ രീതിയിലാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അത് ഫിസിക്കലായാലും അതിൻ്റെ കോൺസെപ്ച്വലി ബേസ്ഡ് ആയാലും വളരെയധികം കൃത്യമായ ആകർഷകമായ രീതിയിലാണ് ഒരു മോണ്ടിസോറി ക്ലാസ് റൂം എന്ത് ചെയ്യുന്നത്, ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ആ ക്ലാസ് റൂം കാണുമ്പോൾ തന്നെ കുട്ടിക്ക് പഠിക്കാനുള്ള താല്പര്യം വരികയാണ്. ആ മെറ്റീരിയലുകളുടെ കൃത്യമായ ഓർഡറുകളും കാര്യങ്ങളെല്ലാം തന്നെ കാണുമ്പോൾ ആ കുട്ടിക്ക് കൃത്യമായി എന്ത് ചെയ്യുന്നു, പഠിക്കാനുള്ള ഒരു താല്പര്യം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കുക, കുട്ടിക്ക് പഠിക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടാക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിളും കൂടി മോണ്ടിസോറിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ മൂന്നാമത്തെ പ്രിൻസിപ്പിളാണ് എന്ത്, ഇൻട്രസ്റ്റ്. ഇനി നാലാമത്തത് എക്സ്ട്രിൻസിക് റിവാർഡ്സ് ആർ അവോയ്ഡഡ്. മോണ്ടിസോറി മെത്തേഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, വളരെ ലോകത്ത് എവിടെയും ചർച്ച ചെയ്യപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിളാണ്, ഒരു കുട്ടിക്ക് പോലും നമ്മൾ അനാവശ്യമായ റിവാർഡുകൾ, ഒരുപാട് ഓഫറുകൾ നൽകരുത്. ഉദാഹരണത്തിനാണെങ്കിൽ നമ്മുടെ സാധാരണ ട്രഡീഷണൽ ക്ലാസ് റൂമുകളിലൊക്കെ കൊടുക്കുന്ന എന്താണ്, സ്റ്റാർ മാർക്കുകൾ, ഗുഡ് സ്റ്റാർ, എക്സലൻറ്റ്, ഫെൻറ്റാസ്റ്റിക്, അല്ലേ? പലതും പറയും. ടീച്ചർ വലിയ ആളാവാൻ വേണ്ടി ഫെൻറ്റാസ്റ്റിക്, എലാസ്റ്റിക് ആൻഡ് പ്ലാസ്റ്റിക് എന്നൊക്കെ പറയും. അപ്പോൾ കുട്ടിക്ക് 5 സ്റ്റാർ, വെരി ഗുഡ്, വി ഗുഡ്, എബോവ് ആവറേജ്, ബിലോ ആവറേജ്, അതേപോലെ തന്നെ A+, ഗോൾഡ് പ്ലസ്, ഡിസ്റ്റിങ്ഷൻ, ഫസ്റ്റ് ക്ലാസ്, അല്ലെങ്കിൽ നാളെ ഇന്നത് ചെയ്താൽ നിനക്ക് സമ്മാനം, നിനക്ക് സൈക്കിൾ, ഇങ്ങനെ ഒരുപാട് റിവാർഡുകൾ കൊടുക്കുന്നു. അപ്പോൾ തീർച്ചയായും അതൊരു കുട്ടിയുടെ കോൺസെൻട്രേഷനെ കൃത്യമായി ബാധിക്കുമെന്നാണ് ഡോക്ടർ മറിയ മോണ്ടിസോറിയുടെ കണ്ടെത്തൽ. ഡോക്ടർ മറിയ മോണ്ടിസോറി പറയുന്നത് അത്തരം കുട്ടികൾക്ക് അങ്ങനെയുള്ള എക്സ്ട്രിൻസിക് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള റിവാർഡുകളും കൊടുക്കരുത്. നാലാമത്തെ പ്രിൻസിപ്പിളാണ്. അവർക്ക് ഗോൾഡ് സ്റ്റാർ ഇല്ല, അവർക്ക് A+ ഇല്ല, അതേപോലെ ഏതെങ്കിലും കാര്യം ചെയ്താൽ അവർക്ക് പ്രൈസ് ഇല്ല. അത് കൃത്യമായിട്ടും ആ കുട്ടിയുടെ ഒരു കോൺസെൻട്രേഷനെ, ശ്രദ്ധയെ അത് ബാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ശരിക്കും അവരുടെ ഒരു സെൽഫ് മോട്ടിവേഷനിലൂടെയാണ് കുട്ടി എന്ത് ചെയ്യേണ്ടത് ഒരു കാര്യം ചെയ്ത് തീർക്കേണ്ടത്. അതല്ലാതെ ആരെങ്കിലും പറയുന്ന ഏതെങ്കിലും റിവാർഡുകളോ സമ്മാനങ്ങൾക്കോ വേണ്ടിയിട്ട് താൽക്കാലികമായി ഒരു ഡ്യൂപ്ലിക്കേറ്റഡ് മോട്ടിവേഷനിലേക്ക് പോവരുത്. ഒരു സെൽഫ് മോട്ടിവേഷനിലൂടെ കുട്ടി ചെയ്യണമെങ്കിൽ എക്സ്ട്രിൻസിക് റിവാർഡ്സ് ആർ അവോയ്ഡഡ്. റിവാർഡുകൾ പൂർണ്ണമായും എന്ത് ചെയ്യണം, അവോയ്ഡ് ചെയ്യപ്പെടണം എന്നതാണ്. അപ്പോൾ അഞ്ചാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ. അപ്പോൾ 4 പ്രിൻസിപ്പിൾ നമ്മൾ പഠിച്ചു. അഞ്ചാമത്തെ പ്രിൻസിപ്പിൾ എന്താണ്,
ലേണിംഗ് വിത്ത് ആൻഡ് ഫ്രം പിയേഴ്സ്. ഒരു മോണ്ടിസോറി ക്ലാസ് റൂമിൽ ഒരു കുട്ടി ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് പിയറുകളിൽ നിന്നാണ്, സമപ്രായക്കാരായ മറ്റുള്ള കുട്ടികളെ നോക്കിയിട്ടാണ്. ഇപ്പോൾ സാധാരണ ഒരു ട്രഡീഷണൽ ക്ലാസ് റൂം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, 25 കുട്ടികളെ ഒരു ക്ലാസ് റൂമിൽ ഇരുത്തുന്നു, ടീച്ചർ വരുന്നു, ക്ലാസ് എടുക്കുന്നു, ടീച്ചർ ക്ലാസ് എടുത്ത് പോകുന്നു. കുട്ടി പഠിക്കുന്നത് ഈ ഒരു പർട്ടിക്കുലർ ടീച്ചർ കൊടുത്ത മെസ്സേജുകളിൽ നിന്നും മാത്രമാണ്, ടീച്ചറുടെ അധ്യാപനത്തിൽ നിന്നും മാത്രമാണ് ആ ഒരു പർട്ടിക്കുലർ വിദ്യാർത്ഥി പഠിക്കുന്നത്. അതല്ലാതെ ഒരു പഠനം ആ കുട്ടിക്കില്ല. എന്നാൽ മോണ്ടിസോറി ക്ലാസ് റൂമുകളിൽ ഒരു കുട്ടി ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് എന്താണ്, എവിടെ നിന്നാണ്? പിയർ ഗ്രൂപ്പിൽ നിന്നാണ്, സമപ്രായക്കാരായ ആളുകളിൽ നിന്നാണ്. നിങ്ങൾ മോണ്ടിസോറി ക്ലാസ് റൂമുകളൊക്കെ ശ്രദ്ധിച്ചാൽ കാണാം, ഒരു കുട്ടി ഒരു ലേണിംഗ് മെറ്റീരിയൽ ചെയ്യുന്ന സമയത്ത് മറ്റൊരു കുട്ടി അത് കണ്ടിരിക്കുകയാണ്. അടുത്ത ദിവസം ആ കുട്ടിക്ക് ആ ലേണിംഗ് മെറ്റീരിയൽ കാണുമ്പോൾ, അല്ലെങ്കിൽ ആ കുട്ടിക്ക് ടീച്ചർ പഠിപ്പിക്കാൻ അന്ന് ടീച്ചർ ഇല്ല എങ്കിൽ പോലും ആ ക്ലാസ്സിലെ ഏറ്റവും സീനിയറായ അല്ലെങ്കിൽ സമപ്രായക്കാരായ മറ്റൊരാൾ വന്നിട്ട് ആ ലേണിംഗ് മെറ്റീരിയൽ എങ്ങനെയാണോ ചെയ്യുന്നത്, ആ ചെയ്യുന്നത് കണ്ടിട്ടാണ് മറ്റു കുട്ടി പഠിക്കുന്നത്. In traditional schooling, the teacher gives the children information and children rarely learn from each other. കുട്ടി മറ്റുള്ളവരിൽ നിന്നും പഠിക്കുന്ന മെസ്സേജ് വളരെ കുറവാണ്. പലപ്പോഴും ട്രഡീഷണൽ മെത്തേഡുകളിലൊക്കെ അങ്ങനെ ആയി പോകാറുണ്ട്. അമ്മമാർ കുട്ടികളോട് പറയാറ്, നിൻ്റെ ഒരു വസ്തുവും നീ ആർക്കും കൊടുക്കരുത്, ഇത് നിൻ്റെ പുതിയ പേനയാണ്, ഇത് നിൻ്റെ പുതിയ ബാഗാണ്, പുതിയ പുസ്തകമാണ്, ഇതാർക്കും കൊടുക്കരുത്. അപ്പോൾ ഷെയറിംഗ് എല്ലാം റെസ്ട്രിക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സമയമാണ്. എന്നാൽ മോണ്ടിസോറി സെറ്റപ്പിലേക്ക് വരുന്ന സമയത്ത് ഷെയർ ചെയ്തും കൊടുത്തും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയുമാണ് അവർ പഠിക്കുന്നത്. യങ്ങർ ചിൽഡ്രൻ ആൻഡ് മോർ ആപ്റ്റ് ടു പ്ലേ സൈഡ് ബൈ സൈഡ്. അവർ ഒന്നിച്ച് ഒരു കളിച്ചും ചിരിച്ചും രസിച്ചും പല കാര്യങ്ങളും അവർ പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായും ഒരു സോഷ്യൽ ഇൻട്രാക്ഷൻ, അതിലൂടെ ഒരു സാമൂഹികമായ ഒരു നല്ലൊരു റിലേഷൻഷിപ്പും കൂടി ആ കുട്ടി ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ലേണിംഗ് വിത്ത് ആൻഡ് ഫ്രം പിയർ, കുട്ടികളോടൊപ്പം പഠിക്കുക, സമപ്രായക്കാരിൽ നിന്നും പഠിക്കുക, സമപ്രായക്കാരെ ഒപ്പം പഠിക്കുക എന്ന ഒരു പ്രിൻസിപ്പിളും കൂടി മോണ്ടിസോറിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ആറാമത്തത് ലേണിംഗ് ഇൻ കോണ്ടെക്സ്റ്റ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ സാധാരണ ട്രഡീഷണൽ സ്കൂളുകളിൽ നിന്ന് കുട്ടി പഠിക്കുന്ന കാര്യം എന്താണ് നമ്മുടെ ലൈഫിൽ അത് ഉപകാരപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാതെയാണ് കുട്ടി പഠിക്കുന്നത് പല കാര്യങ്ങളും. ഇപ്പോൾ നമ്മൾ പല മാത്തമാറ്റിക്സിൻ്റെ പല സിദ്ധാന്തങ്ങളും പല തിയറമുകളും ഒക്കെ നമ്മൾ ട്രഡീഷണൽ സ്കൂളിൽ നിന്ന് പഠിക്കുന്നുണ്ട്. നമ്മൾ എപ്പോഴും ചിന്തിച്ച് നോക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഈ ഒരു തിയറമുകൾ ഉപകാരപ്പെട്ടിട്ടുണ്ടോ? പൈത്തഗോറിയൻ സിദ്ധാന്തം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടോ? നമ്മുടെ വിവാഹ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ, അയൽവാസികളുമായിട്ടുള്ള ബന്ധത്തിൽ, സുഹൃത്ത് ബന്ധത്തിൽ പൈത്തഗോറിയൻ സിദ്ധാന്തം ഉപയോഗിച്ചിട്ടുണ്ടോ? പക്ഷേ ഒരു മോണ്ടിസോറി മെത്തേഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇൻ ട്രഡീഷണൽ സ്കൂളിംഗ് ചിൽഡ്രൻ സംടൈംസ് ലേൺ വിത്തൗട്ട് അണ്ടർസ്റ്റാൻഡിങ് ഹൗ ദെയർ ലേണിംഗ് അപ്ലൈസ് ടു എനിത്തിങ്. എങ്ങനെയാണ് നമ്മൾ പഠിച്ച കാര്യം അപ്ലൈ ചെയ്യുന്നത് എന്ന് ശരിക്കും ഒരു ട്രഡീഷണൽ സ്കൂളിൽ പഠിക്കുന്നില്ല. പക്ഷേ ഒരു മോണ്ടിസോറി മെത്തേഡിൽ ക്രിയേറ്റിംഗ് എ സെറ്റ് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് എ സിസ്റ്റം ഓഫ് ലേണിംഗ് in which the application and meaning of what one has learning should come across to every child. അങ്ങനെയുള്ള മെറ്റീരിയൽ ഉണ്ടാക്കിയിട്ട് ഇത് എങ്ങനെ അപ്ലൈ ചെയ്യണം, ഇതെങ്ങനെ നമ്മുടെ ലൈഫിൽ ഇത് ഉപകാരപ്പെടണം എന്നും കൂടി ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള മെറ്റീരിയലുകളാണ് ശരിക്കും ഈ മോണ്ടിസോറിയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ ഉപകാരപ്രദമാവുന്ന, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ അത് ഉപകാരപ്രദമാവുന്ന രീതിയിലുള്ള മെറ്റീരിയലുകളും പഠന ഉപകരണങ്ങളുമാണ് മോണ്ടിസോറിയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും ഒരാൾ, സാധാരണ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, റാദർ ദാൻ ലേണിംഗ് ലാർജ്ലി ഫ്രം വാട്ട് ടീച്ചേഴ്സ് ആൻഡ് ടെക്സ്റ്റ് സേ ടു ദം, നമ്മുടെ ട്രഡീഷണൽ മെത്തേഡിൽ ടീച്ചർ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യം, ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യം, നോട്ട് ബുക്കിലുള്ള കാര്യമാണ് കുട്ടി പഠിക്കുന്നതെങ്കിൽ, മോണ്ടിസോറി മെത്തേഡിൽ ടീച്ചർ പഠിപ്പിക്കുന്നതിനപ്പുറത്ത്, അല്ലെങ്കിൽ കുട്ടി ടെക്സ്റ്റിൽ നിന്നും വായിക്കുന്നതിൽ നിന്നും അപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ ആപ്ലിക്കേഷൻ ലെവലിൽ ഈ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്.
ചിൽഡ്രൻ ഇൻ മോണ്ടിസോറി പ്രോഗ്രാംസ് ലേൺ ലാർജ്ലി ബൈ ഡൂയിങ്. അവർ ചെയ്തങ്ങനെ പഠിക്കുകയാണ്. അതൊരു ആപ്ലിക്കേഷൻ ലെവലിലേക്ക്. പലപ്പോഴും നമ്മുടെ ട്രഡീഷണൽ സ്കൂളുകളിൽ കുട്ടി പഠിക്കുന്ന കാര്യം ഇതെന്താണ് എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് ആ കുട്ടി ശരിക്കും എന്ത് ചെയ്യുന്നത്, പഠിച്ചു പോകുന്നത്. അതേപോലെ തന്നെ അടുത്തൊരു പ്രിൻസിപ്പിൾ ടീച്ചർ വേസ് ആൻഡ് ചൈൽഡ് വേസ്. എന്താണ് നമുക്കതിൽ പറയാൻ പറ്റുന്നത്? ശരിക്കും ടീച്ചർ അഡൽട്ട് പ്രൊവൈഡ് ക്ലിയർ ലിമിറ്റ്സ് ബട്ട് സെറ്റ് ചിൽഡ്രൻ ഫ്രീ വിത്തിൻ ദോസ് ബൗണ്ടറീസ് ആൻഡ് സെൻസിറ്റീവ്ലി റെസ്പോൺസ് ടു ചിൽഡ്രൻസ് നീഡ്സ് വൈൽ മെയിൻറ്റെയിനിങ് ഹൈ എക്സ്പെക്റ്റേഷൻസ്. ടീച്ചറുടേതായ വഴി, കുട്ടിക്ക് കുട്ടിയുടേതായ വഴി എന്ന് പറഞ്ഞാൽ ടീച്ചർ ഒരുപാട് ലിമിറ്റുകൾ വെക്കുന്നു, ബൗണ്ടറികൾ വെക്കുന്നു. അതോടൊപ്പം തന്നെ കുട്ടികളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്ന രീതിയിൽ കുട്ടികൾക്ക് പഠനങ്ങൾ നടക്കുകയും ചെയ്യുന്നു. നേരെ മറിച്ച് ട്രഡീഷണൽ സ്കൂളുകളിലാണെങ്കിൽ ടീച്ചർ പറഞ്ഞാൽ അത് ഏറ്റവും ലാസ്റ്റ്. ടീച്ചർ പറഞ്ഞാൽ പിന്നെ അതിനപ്പുറത്ത് സംസാരമില്ല, അതിനപ്പുറത്ത് വേറെ ചർച്ചയില്ല, അതിനപ്പുറത്ത് ക്രോസിംഗ് ഇല്ല, അല്ലെങ്കിൽ നമുക്കതിനെ ചർച്ച ചെയ്യാനുള്ള അവസരമില്ല. ഇവിടെ ടീച്ചർ ബൗണ്ടറികൾ വെക്കുന്നു, ലിമിറ്റ് വെക്കുന്നു. അതേപോലെ തന്നെ അതോടൊപ്പം തന്നെ കുട്ടിയുടേതായ രീതിയിൽ പഠിക്കുകയും രസിക്കുകയും അറിയുകയും ചെയ്യുന്നു എന്നുള്ളതും മോണ്ടിസോറിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രിൻസിപ്പിളാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിളാണ്, എട്ടാമത്തെ പ്രിൻസിപ്പിളാണ് ഓർഡർ ഇൻ എൻവയോൺമെൻറ്റ്. ഓർഡർ എന്താണ്? ഒരു ക്രമം, കൃത്യമായ ഒരു ക്രമം, ഒരു നല്ല ഒരു അന്തരീക്ഷം. ആ അന്തരീക്ഷത്തിലുള്ള ഒരു ഓർഡർ, അതാണ് മോണ്ടിസോറിയുടെ ഏറ്റവും അട്രാക്റ്റീവായ ഒരു കാര്യം. ഉദാഹരണത്തിന് ഒരു മോണ്ടിസോറി ക്ലാസ് റൂമിൽ ഒരുപാട് ലേണിംഗ് മെറ്റീരിയലുകൾ ഇങ്ങനെ അടുക്കടുക്കി വെച്ചിട്ടുണ്ടാകും. കുട്ടി അതെടുക്കുന്നു, പഠിക്കുന്നു, തിരിച്ചവിടെ കൊടുക്കുന്നു. കുട്ടി അതെടുക്കുന്നു, പഠിക്കുന്നു, തിരിച്ചു കൊടുക്കുന്നു. എന്തൊരു ക്രമം! അത് മോണ്ടിസോറി പഠിച്ച ഒരു കുട്ടിക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വീട്ടിൽ നിന്ന് ഒരു ഗ്ലാസ് എടുത്താൽ ഓട്ടോമാറ്റിക്കലി എടുത്ത ഗ്ലാസ് എടുത്ത സ്ഥലത്ത് കുട്ടി തിരിച്ചു വെക്കും, വിത്തൗട്ട് എനി ഇൻസ്ട്രക്ഷൻ. അത് മോണ്ടിസോറി ക്ലാസ് റൂമിൽ നിന്ന് പഠിച്ചതാണ്. ഓർഡർ, എല്ലാത്തിനും ഒരു ക്രമം. അതാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു ക്രമം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് മാത്രമേ മോണ്ടിസോറി മുമ്പോട്ട് പോകുകയുള്ളൂ. അത് പാലിച്ചുകൊണ്ടാണ് മോണ്ടിസോറി മെത്തേഡ് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഓർഡർ എന്നുള്ളതും മോണ്ടിസോറിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രിൻസിപ്പിളാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഒരു 8ഓളം പ്രിൻസിപ്പിളുകളാണ് ഈ ഒരു വിഷയത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഒന്നാമത്തേത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിൾ മൂവ്മെൻറ്റ് ആൻഡ് കോഗ്നീഷൻ. മൂവ്മെൻറ്റും കോഗ്നീഷനും ക്ലോസ്ലി എൻറ്റിൻഡ് ആണെന്ന് പഠിച്ചു. ചലനവും ചിന്തയും, ചലിക്കുമ്പോഴാണ് ചിന്ത പ്രവർത്തിക്കുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിളാണ്. ചോയ്സ്, ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാമെന്നത് രണ്ടാമത്തെ മോണ്ടിസോറിയുടെ പ്രിൻസിപ്പിളാണ്. ഒരു കാര്യം താല്പര്യത്തോടെ പഠിക്കണം, അതിനുവേണ്ടി താല്പര്യമുള്ളാവുന്ന രീതിയിലുള്ള ഒരു ക്ലാസ് റൂം ഒരുക്കണം എന്നുള്ളത് മൂന്നാമത്തെ പ്രിൻസിപ്പിളാണ്. എക്സ്ട്രിൻസിക് റിവാർഡ്സ് ആർ അവോയ്ഡഡ്, അനാവശ്യമായ സമ്മാനങ്ങൾ കൊടുക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കണം എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ലേണിംഗ് വിത്ത് ആൻഡ് ഫ്രം പിയേഴ്സ്, പിയറോടൊപ്പം, പിയേഴ്സിൽ നിന്ന് അഥവാ സമപ്രായക്കാരിൽ നിന്ന്, അവരോടൊപ്പം നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളത് മറ്റൊരു പ്രിൻസിപ്പിളാണ്. ലേണിംഗ് ഇൻ കോണ്ടെക്സ്റ്റ്, അതായത് കാര്യങ്ങൾ മനസ്സിലാക്കി അത് അപ്ലൈ ചെയ്ത് എന്താണ് ഇത് ചെയ്യുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കി കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നത് എന്നുള്ളത് മറ്റൊരു പ്രിൻസിപ്പിളാണ്. ടീച്ചർ വേസ് ആൻഡ് ചൈൽഡ് വേസ്, ടീച്ചർ ലിമിറ്റുകൾ വെക്കുന്നു, അതോടൊപ്പം കുട്ടിയുടേതായ രീതിയിൽ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യുന്നു. ആൻഡ് ലാസ്റ്റ് വൺ, ഓർഡർ, ഒരു കൃത്യമായ ക്രമം, ഒരു ഓർഡർ. അതും ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമുള്ള, അല്ലെങ്കിൽ ആ ഓർഡറിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. ഇതാണ് നമുക്ക് ആ ഒരു മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. താങ്ക് യു സോ മച്ച്.